ആണമ്മേ, അച്ഛൻ ഉണ്ടാക്കുന്ന ഫുഡ് വീട്ടിലെ പട്ടിക്ക് പോലും കൊടുക്കാൻ കൊള്ളത്തില്ല. രഞ്ജിത്തേ മോനെ, അവന് എന്തോണ്ട് പറയാം വിശേഷം രഞ്ജിത്തെ? രമ്യ എങ്ങനെയുണ്ട് ഇത് ജോലിയൊക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സാറ് വിളിച്ച് പറഞ്ഞോണ്ട് ആ ജോലി കിട്ടിയേ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. മോനെ എങ്ങനെയൊക്കെ പോകുന്നു പഠിത്തമൊക്കെ? കുഴപ്പമില്ല. കയ്യെ പുതിയ വാച്ച് കിടക്കുന്നു, ഗോൾഡ് വാച്ച് ഒക്കെ ഉണ്ടല്ലോ, ഇതാരാ മേടിച്ചെന്ന്? ഇത് അമ്മ മേടിച്ചെന്നേ. ഇപ്പൊ അമ്മയുടെ ഉള്ളു കാശ്, ഭയങ്കര പൈസക്കാരിയായി ഇപ്പൊ ഇല്ലയോ? ഇപ്പൊ അമ്മയുടെ കയ്യിലെ കാശൊക്കെ ഉള്ളു, അച്ഛൻ വെറും പാപ്പര. നിർത്തിക്കാറാമല്ലേ ഒന്ന്? അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ, ഞാനും അച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനകത്ത് നീ ഞങ്ങളെ പരിഹസിക്കാനൊന്നും നിൽക്കണ്ട. അച്ഛൻ എന്തോരം വാങ്ങി തന്നിട്ടുണ്ടോ നിനക്ക് ജോലിയുള്ള സമയത്ത്? അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ വാല പല്ലടിച്ചാൽ പൊളിക്കും. മോനെ, അച്ഛനെ ജോലിയില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛനെ പരിഹസിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. അച്ഛന് ജോലിയൊക്കെ ആയി, ഞാൻ അച്ഛനെ ജോലിക്ക് വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നതാ. രഞ്ജിത്തെ എന്നോട് ഞാൻ 6 മാസം കഴിഞ്ഞ് ജോലി വരാനാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, നാളെ തൊട്ട് വന്നോളൂ. പിന്നെ ഇവിടെ അച്ഛനും ഞാനും ഭയങ്കര കൂട്ടാണ്. പുള്ളിക്കാരൻ വന്നതിനൊരു കാര്യം പറഞ്ഞായിരുന്നു, മോക്കൊരു ജോലി വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു മേടിച്ചു തരാം, അവളെ അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. അവൻ പറഞ്ഞ പ്രകാരം ഞാൻ ഒരു ജോലി മേടിച്ചു കൊടുത്തു. 2 മാസമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുക, നല്ല ശമ്പളത്തിലുള്ള ജോലി ചെയ്യുന്നത്. രഞ്ജിത്തെ, നീ അവൾക്ക് കുറച്ച് പരിഗണന കൊടുക്കുക. എപ്പോൾ നോക്കിയാലും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത് കേട്ടോ. ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും സമാധാനമായിട്ട് ജീവിക്കും. ഞാനും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഭാര്യയ്ക്ക് നമ്മൾ പരിഗണന കൊടുക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. മനസ്സിലാക്കുന്നത്? എടാ മോനെ, അമ്മയും അച്ഛനും പറഞ്ഞ കേട്ട് ജീവിക്കുക, നല്ലോണം പഠിക്കുക കേട്ടോ. ഇതേ ഉള്ളൂ അങ്കിളിന് പറയാനുള്ളത്. എന്നാൽ ഞാൻ പോട്ടെ. ചേട്ടാ, ഞാൻ നാളെ മുതൽ ജോലിക്കൊന്നും പോകുന്നില്ല. പഴയ പോലെ തന്നെ വീടൊക്കെ വൃത്തിയാക്കി നിങ്ങളുടെ രണ്ടുപേരെയും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ ഇരുന്നോളാം. വേറൊന്നുമല്ല, ചേട്ടനെ മനസ്സിലാക്കുകയും ഒരു ചെറിയ പരിഗണന തരികയും മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്താലും എന്നെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷെ ഇപ്പം ചേട്ടനെ മനസ്സിലാക്കുന്നുണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ട്. കുഴപ്പമില്ലടേ, നീ ജോലി ഒന്നും വേണ്ട. നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് അവനെ സ്കൂളിൽ വിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോവാം. നീ ഹാപ്പിയല്ലേ? അതെ ഏട്ടാ, ഞാനിപ്പോൾ ഹാപ്പിയാണ്. ചേട്ടനെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് അത്രയും മതി.